ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയുടെയും രേവതിയുടെയും വെഡിങ് ആനിവേഴ്സറിന്റെ അന്നേ ദിവസം ടെറസിൽ കിടക്കേണ്ട റൂമിൽ കിടന്നാൽ മതി എന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി പറയാണ്. പക്ഷേ രവിക്കാണെങ്കിൽ ഡസ്റ്റ് അലർജി ഒക്കെ ആണല്ലോ, അതുകൊണ്ട് അച്ഛൻ റൂമിൽ നിന്ന് ഇറങ്ങണ്ട എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അത് മാത്രമല്ല ശ്രീകാന്തും വർഷയും കൂടി ചേർന്നിട്ട് അവരുടെ റൂം എടുത്തോളാനും കൂടി പറയുമ്പോൾ സച്ചി അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും കഷ്ടപ്പെടണ്ട, ഞങ്ങൾ ടെറസിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി പായം തലനൊക്കെ എടുത്ത് ടെറസിലേക്ക് പോവാണ്. രേവതി ആണെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്കും. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. രേവതി അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷ വരുന്നത് കേട്ടോ. വർഷ പഴയ ടെന്റുമായിട്ടാണ് വരുന്നത്. ഇതാ രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുമ്പോ ഇതെന്താന്ന് ചോദിക്കാണ് കേട്ടോ രേവതി. ചേച്ചി ഇത് ടെന്റാണ്, മറന്നു പോയെന്ന് ചോദിക്കുമ്പോ ഓ അതല്ലേ, ഇപ്പോ അതെന്തിനാണ്, പുറത്ത് മഴ പെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊന്നുമല്ല, നമ്മള് അച്ഛമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് മഴ പെയ്തായിരുന്നോ, എങ്കിലും കൊടയുടെ ആവശ്യം വന്നില്ലേ, അതുപോലെയാണെന്ന് പറഞ്ഞിട്ട് ആ ടെന്റ് രേവതിയുടെ കയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും രേവതിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് മേടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുകയാണേ. തുടർന്ന് വർഷം അങ്ങ് പോകുന്നുണ്ട്. വെള്ളമൊക്കെ എടുത്തിട്ട് രേവതി മേലേക്ക് ചെല്ലുവാണ് കേട്ടോ. ടെന്റാണെന്നുണ്ടെങ്കിൽ രേവതി കൈയുടെ പുറകിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണേ. മനസ്സിൽ പായൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. രേവതി കയ്യിൽ എന്തോ മറച്ചു പിടിക്കുന്നത് പോലെ സച്ചിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി കയ്യിൽ എന്തോ മറച്ചു പിടിച്ചതുപോലെ ഉണ്ടല്ലോ, ഓ ഇന്ന് കല്യാണ ദിവസമല്ലേ, അതുകൊണ്ട് പാലും പഴങ്ങളൊക്കെ തന്നു വിട്ടതാണോ? അല്ല, രേവതിയുടെ മുഖത്ത് ചെറിയൊരു നാണൊക്കെ ഉണ്ട്, എന്താ നീ നാണിച്ച പോലെ നിൽക്കുന്നേ? അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ടെന്റ് സച്ചിക്ക് നേരെ അങ്ങ് എറിയാണ് കേട്ടോ. സച്ചി ഇത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വർഷ തന്നു വിട്ടതാണ്. ഞാൻ വിചാരിച്ച രേവതി നീ പാലെടുത്തോണ്ട് വരിക എന്നുള്ള കാര്യം. നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് നീ അങ്ങനെയല്ലേ വന്നത്? ഓ അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടല്ലേ, കല്യാണ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. വീണ്ടും രേവതി നീ അതിനെക്കുറിച്ച് തന്നെ പറയരുത്. നമുക്ക് രണ്ട് കല്യാണ ദിവസം ഉണ്ട്. രണ്ടാമത്തെ തവണ നിന്നെ ഞാൻ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയില്ലേ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കല്യാണ ദിവസം. ഞാനിത് നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞതല്ലേ. ഇത് കേൾക്കുമ്പോ രേവതി ചോദിക്കുന്നുണ്ടേ, അപ്പോ അധികം വൈകാതെ നമുക്ക് ഇനിയൊരു കല്യാണ ദിവസം കൂടി വരുമല്ലേ? വരും, നമുക്ക് അന്നും ആഘോഷിക്കാം. അപ്പോ ഇന്നത്തെ പോലെ തന്നെ ഇനി ഒരു ഫസ്റ്റ് നൈറ്റും കൂടിയാണോ എന്ന് രേവതി ചോദിക്കുമ്പോ, എന്താ നീ ചോദിച്ചത്, ഫസ്റ്റ് നൈറ്റോ? അതെങ്ങനെ ഫസ്റ്റ് നൈറ്റ് ആവുന്നത്, എത്രയോ നൈറ്റ് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഈ ഡേറ്റിൽ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഓ അതുകൊണ്ടാണല്ലേ നമ്മളോട് റൂമിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞത്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം സച്ചി പറയുമ്പോ, അല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് കത്തിയിട്ടുള്ളത്? അങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നു സച്ചി. തുടർന്ന് സച്ചി ടെന്റൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. ടെന്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചൂളടിക്കുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ അച്ഛമ്മയുടെ വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ സച്ചിയുടെ ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്, എങ്ങനെ മറക്കാനാണ്? അല്ല അവിടെ കൊടയ്ക്കുള്ളില് ലൈറ്റ് വന്നില്ലായിരുന്നോ, അതിനിപ്പോ എന്താ രേവതി? ഇതിനകത്ത് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് കാണിച്ചു കൊടുക്കുവാണേ. അത് മാത്രമല്ല മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ന് നിലാവാണേ, പൂർണ്ണ ചന്ദ്രനെ കാണുന്നുണ്ട്. അന്നത്തെ പോലെ തന്നെ ഇവിടെ വെളിച്ചവും അതുപോലെ തന്നെ നിലാവും വന്നു. ഇപ്പോ സച്ചേട്ടന് ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ടാവുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, പാട്ട് വാ നമുക്ക് ഇരുന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ട് ടെന്റിന്റെ അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ പായല്. രേവതി ആണെങ്കിൽ സച്ചിയുടെ മേലെ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നുണ്ട്. പാടാൻ വേണ്ടി പറയുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പാട്ട് ഓർമ്മ വന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. സച്ചി പാടുന്നതിന്റെ കൂടെ രേവതിയും പാടുന്നുണ്ട്. പായെന്നൊക്കെ എണീറ്റിട്ട് വീണ്ടും അവർ ടെന്റിന്റെ ഉള്ളിൽ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് രണ്ടുപേരും കൂടി പാട്ട് പാടുകയാണ്. ഇന്ന് വന്ന നിലാവും നാളെ വരാൻ വേണ്ടി പോകുന്ന നിലാവും എപ്പോഴുള്ള നിലാവും ഒരുപോലെയാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോ അമാവാസി ദിവസം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇങ്ങനെ കുറുകെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കില്ല രേവതി. അതിന് നീ ഇവിടെ ഇല്ലേ, ഇനി മതി സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ ടെന്റ് ക്ലോസ് ചെയ്ത് കിടക്കുവാണ്. ഈ ചന്ദ്രമതി നമ്മുടെ രവിക്ക് പാലൊക്കെ കൊണ്ടേ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്നോട് പാല് ചോദിച്ചില്ലല്ലോ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, നിങ്ങളല്ലേ തൊണ്ട എന്തോ പോലെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്, അതുകൊണ്ട് പാലിനകത്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നുള്ള കാര്യം പറയണേ. അത് മേടിക്കുന്നുണ്ട് രവി. അപ്പോഴാണ് കലാവതി അമ്മ റൂമിലേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ. അമ്മയ്ക്ക് പാല് വേണോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ, വേണ്ടടാ നിന്റെ ഭാര്യ നിനക്ക് വേണ്ടിയിട്ട് കൊണ്ടു തന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അയ്യോ അമ്മേ അങ്ങനെയൊന്നുമില്ല, പാലുണ്ട്, ഞാൻ അമ്മയ്ക്ക് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി പോകുന്ന സമയത്ത്, വേണ്ട എനിക്ക് വേണ്ട, എന്തായാലും നീ സ്നേഹത്തോടെ എന്റെ മകന് ഇതൊക്കെ ചെയ്യുന്നില്ലേ, അത് തന്നെ എനിക്ക് സന്തോഷം. അത് കഴിഞ്ഞ് രവിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അമ്മയും അതുപോലെ ബെഡിൽ ഇരിക്കുന്നുണ്ട്. ഈ വീട്ടില് എല്ലാവരും പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നവരാണ്. സച്ചിൻ രേവതി മാത്രം എങ്ങനെ റൂമില്ലാതെ പുറത്ത് കിടക്കുന്നത് നല്ലതാണോ? അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അവർക്ക് അതൊന്നും അത്ര പ്രശ്നമല്ല. ഇപ്പോഴല്ലേ നിന്നെ കുറിച്ചിട്ട് ഞാൻ നല്ലത് പറഞ്ഞത്, വീണ്ടും നീ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണോ? അത് കേൾക്കുമ്പോ ചന്ദ്രമതി മിണ്ടാതിരിക്കുകയാണ്. ഇത്രയും എളപ്രായത്തിലുള്ള രണ്ടുപേരെ ഇങ്ങനെ ടെറസിന്റെ മുകളിൽ കിടത്തുന്നത് നല്ലതാണോ? കാണുന്നവരെ എന്താ വിചാരിക്കുക? അമ്മേ എന്റെ മനസ്സിലും അത് വിഷമം തന്നെയാണ്. ചിലടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷെ എനിക്കൊന്നും ആവരുതെന്ന് വിചാരിച്ച് അവനും സമ്മതിക്കുന്നില്ല. അവൻ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട്. നീയും ശരീരത്തിന് സുഖമില്ലാത്തവനല്ലേ, നിനക്കും
നല്ല രീതിയിൽ കിടക്കണം. പക്ഷെ മക്കൾ ഇങ്ങനെ ടെറസിന്റെ മേലെ കിടക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ്. അമ്മേ, ഇതിനെക്കുറിച്ച് ഞാനും കുറച്ചു നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഒരു റൂമും കൂടി കെട്ടണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ടെറസിന്റെ മുകളിൽ ഒരു റൂമും കൂടി കെട്ടുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും അമ്മേ. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയല്ലേ വർഷയുടെ അമ്മയും പറഞ്ഞത്? അപ്പോ അത് എല്ലാവർക്കും തെറ്റായിട്ടാണ് തോന്നിയത്. അവര് കെട്ടിത്തരാന്നുള്ള കാര്യം കൂടി പറഞ്ഞു എന്ന് ചന്ദ്രമതി പറയുമ്പോ അവര് പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ പറഞ്ഞ വിധം നമ്മുടെ വീട്ടിൽ റൂം കെട്ടാൻ വേണ്ടിട്ട് അവരാരാണ്? ഇത് കേട്ട ചന്ദ്ര, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അവരുടെ വീട് നിങ്ങളും കണ്ടതല്ലേ, എത്ര വലുതാണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്ര, നീ അവിടെ പോയിട്ട് ഇരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അമ്മ പറയണേ. ഇന്ന് ഞാനും കണ്ടതാണ് അവള് വലിയ പണക്കാരിയാണ് എന്നുള്ള കാര്യം. നീ അവരുടെ ഓരോ കാര്യങ്ങൾക്ക് തുള്ളാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നിന്റെ തലയിൽ കയറിയിരിക്കും. നീ അത് ഓർത്ത് വെച്ചൊന്നും കൂടി അമ്മ പറയാണ് കേട്ടോ ചന്ദ്രയുടെ അടുത്ത്. തുടർന്ന് രവി, ഇത് നോക്ക്, നമ്മുടെ വീട്ടിൽ റൂം ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. എനിക്കും രവി അത് തന്നെയാണ് ശരിയായിട്ട് തോന്നുന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിന്ന് സ്കൂട്ടാവുണ്ട്. അച്ഛമ്മ തുടരുകയാണ്, എന്തെങ്കിലും പണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ രവി നീ എന്റെ അടുത്ത് പറ, ഞാൻ തരാം. അതൊന്നും വേണ്ട അമ്മേ, അമ്മ നാട്ടില് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമല്ലേ. അത് കേൾക്കുമ്പോ അച്ഛമ്മ ചിരിക്കാണ് കേട്ടോ. എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടാണോ സമ്പാദിക്കുന്നത്? നിങ്ങളെല്ലാവരും നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. നീ ചോദിക്കുമ്പോ ഞാൻ തരാം. ആദ്യം ഒരു റൂം കിട്ടാനുള്ള കാര്യങ്ങൾ നോക്ക്. അതൊക്കെ ഇരിക്കട്ടെ അമ്മേ, ഞാൻ ആദ്യം മക്കളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം കാര്യങ്ങൾ നമുക്ക് ആരംഭിക്കാം. ശരിയെന്ന് അച്ഛമ്മയും പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. രവിയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട്, സച്ചി പോയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല അച്ഛ, കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അവൻ വരട്ടെ. അപ്പോഴേക്കും ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി റെഡിയായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തെ, എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും വർഷ, ശ്രീകാന്തെ നീ അങ്കിളുടെ അടുത്ത് സംസാരിച്ചിട്ട് വാ, ഞാൻ ഇറങ്ങുമോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, വർഷേ എല്ലാവരോടുമായിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പോ വർഷയും പോവാതെ അവിടെ തന്നെ നിൽക്കുവാണേ. തുടർന്ന് ശ്രുതിയും ശ്രുതിയും അങ്ങോട്ടേക്ക് വരുമ്പോ ശ്രുതി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയണേ. ശ്രുതി, നീയും അച്ഛനെന്താ എല്ലാവരും വിളിക്കുന്നത്, എന്താ കാര്യം എന്ന് ശ്രുതി ചോദിക്കുമ്പോ അവൻ എന്താ കാര്യം എന്ന് വെച്ചാ പറയും, നീ അവിടെ നിൽക്കുന്ന അച്ഛമ്മ. തുടർന്ന് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ വെച്ചാ എന്താ ഒരു സഭ കൂടുതൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രവി പറയുന്നുണ്ട്, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എല്ലാവരുടെ അടുത്തുമായിട്ട് പറയണം. 3 മക്കളുണ്ട്, അതിനെക്കുറിച്ചല്ലാതെ ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. 2 റൂമിലുണ്ടായിരുന്നു, അത് നിങ്ങൾ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഇന്ന് 3 പേരും കല്യാണമായിട്ട് ഓരോരുത്തർക്ക് ഓരോരോ കുടുംബമായി. എപ്പോഴും സച്ചിയും രേവതിയും ഹാളിലും അതുപോലെ മോളിലുമായിട്ട് കിടക്കുന്നത് അത്ര നന്നായിട്ടുള്ള കാര്യമല്ല. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛ അതൊന്നും കുഴപ്പമായിട്ടുള്ള കാര്യമില്ല, ഇനി അച്ഛൻ ഹാളിൽ വന്ന് കിടക്കാന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയരുത്. സച്ചി എടെ കയറി പറയുന്നത് കേൾക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, എടാ അവൻ പറയുന്നത് മുഴുവനായിട്ട് കേക്കടാ, നിന്റെ അമ്മയെ പോലെ തന്നെ നിന്റെയും വായ, മിണ്ടാതെ കേക്കടാ. രവി നീ പറ. തുടർന്ന് രവി പറയുന്നുണ്ട്, ടെറസിലെ മുകളിൽ ഒരു റൂം കെട്ടുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. അത് കേട്ട ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആ റൂം ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം. അതിന് മറുപടിയായിട്ട് സച്ചി പറയുന്നത്, എടാ ഇപ്പോഴല്ലേ റൂമിന്റെ കാര്യം സംസാരിച്ചു തുടങ്ങിയത്, അതിനു മുമ്പ് തന്നെ അവിടെ ഇടം പിടിക്കാൻ നോക്കുവാണോ? ഇതില് നിങ്ങളുടെ അഭിപ്രായം പറയൂ, എങ്ങനെ കെട്ടണമെന്ന്. അപ്പോ ആദ്യം തന്നെ വർഷയാണ് കേട്ടോ അഭിപ്രായം പറയുന്നത്. എന്തായാലും ഒരു റൂം കെട്ടാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്ലാൻ ആയില്ലേ, അതുകൊണ്ട് ഒരു റൂം മാത്രം എന്തിനാ കെട്ടുന്നത്, ഒരു ഹാളും അറ്റാച്ച്ഡ് ബാത്റൂം ഒരു ഫ്ലോർ തന്നെ കെട്ടിക്കൂടെ? ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവണേ. വർഷയുടെ ഐഡിയ സൂപ്പർ ആണെന്ന് പറയുന്നുണ്ടേ. 2 റൂം ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഒരു കിച്ചണും. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോ അച്ഛാ, അമ്മയുടെ സംസാരം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂം കെട്ടുന്ന പോലെയല്ല തോന്നുന്നത്, ആരെയോ തനിയെ അങ്ങോട്ട് മാറ്റി കിടത്തുന്ന പോലെയാണ് തോന്നുന്നത്. തുടർന്ന് രവി വീണ്ടും പറയുന്നുണ്ട്, എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. എല്ലാവരും ഓരോരുത്തരുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ പറയൂ. മോളിൽ എന്തായാലും ഒരു റൂം വേണം, അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, ഹാളില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം വേണമെന്ന് ശ്രുതി പറയുന്നുണ്ട്. തുടർന്ന് രേവതി പറയുന്നത്, ഒരുപാട് ആഡംബരമൊന്നുമില്ലാതെ കുറഞ്ഞ ചെലവിൽ നടത്തുക. വർഷ വീണ്ടും പറയുന്നുണ്ട്, ഫുള്ളായിട്ട് ഒരു ഫ്ലോർ ആയി കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ. വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷയെ ഇനിയൊരു ഫ്ലോറിന്റെ ആവശ്യമൊന്നുമില്ല, ഇനി അങ്ങനെ വർക്ക് ആരംഭിച്ചാൽ തന്നെ അത് ഒരു വർഷത്തിന് മുകളിലെടുക്കും. ഇപ്പോ തൽക്കാലത്തിന് ഒരു റൂം കെട്ടിയാൽ മതി, അത് ഓക്കെ ആയിരിക്കും അച്ഛ. ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷ തട്ടിട്ട് വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും പണിയെടുപ്പിക്കുമ്പോൾ ഒരു ഫ്ലോർ മൊത്തമായിട്ട് പണിയെടുപ്പിച്ചൂടെ? എന്റെ അമ്മ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ എന്റെ അച്ഛൻ തന്നെ അത് ഉണ്ടാക്കി തരും എന്നുള്ള കാര്യം പറയാണേ. എന്താ അവര് കൽപ്പണിക്കാരനാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കാണ് കേട്ടോ. അപ്പോ എന്താ സച്ചിയേട്ടാ ഇത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ, പിന്നല്ലാതെ അവളുടെ അച്ഛൻ എന്തിനാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് റൂം ഉണ്ടാക്കി തരുന്നത്? അപ്പോഴേക്കും ചന്ദ്ര, ഇത് എന്റെ വീടാണ്, വർഷ പറഞ്ഞതുപോലെ കെട്ടിയാൽ എന്താ കുഴപ്പം? നീ ഇപ്പോഴും നിന്റെ വീടാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആടുന്നുണ്ടല്ലേ? നിങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് നിന്റെ അച്ഛൻ രവിയുടെ കൂടി പേരിലാണ് ഈ വീട് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരുടെ അഭിപ്രായവും ചോദിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. തുടർന്ന് സച്ചി വീണ്ടും പറയുന്നുണ്ട്, അച്ഛ മറ്റാരും കെട്ടണ്ട,
ഇവിടെ എന്താ ഭാഗം വെക്കലും മറ്റുമാണോ നടക്കുന്നത്? പിന്നെ സുധി വീടിന് മുമ്പിൽ ഒരു റൂം കെട്ടുന്നുള്ള കാര്യം പറയും. പിന്നെ പൗഡർ എടുത്ത് സൈഡിൽ ഒരു കട വെക്കാന്നുള്ള കാര്യം പറയും. ഇങ്ങനെ പോയ ഒരു മാർക്കറ്റ് തന്നെ ഇവിടെ ഉണ്ടാക്കും. എന്തിനാണ് അതിന്റെ ആവശ്യം? തുടർന്ന് വർഷ വീണ്ടും രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, അങ്കിൾ എന്റെ അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞത്, എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ അത് ചെയ്യുന്നു പറയുമ്പോൾ രവി വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇല്ല വർഷേ, അത് ശരിയായിട്ട് വരില്ല. നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയിട്ട് തനിയെ ഒരു വീട് കെട്ടിക്കണിക്കുകയാണ്, അത് വേറെ. ഇവിടെ എല്ലാവർക്കും അധികാരമുള്ള ഒരു സ്ഥലത്ത് നിന്റെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്ക് പറ്റിയൊരു പ്രശ്നമായിട്ടേ വരുള്ളൂ. തുടർന്ന് സുധി ചോദിക്കുന്നുണ്ട്, അച്ഛാ വീട് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓക്കെ, പക്ഷെ അതിന് പണച്ചെലവ് വരുമല്ലോ, അതിന് പണം ആരുടെ കയ്യിലാണുള്ളത്? സുധിയുടെ ചോദ്യം കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ, എടാ നീ പേടിക്കൊന്നും വേണ്ട, എന്തായാലും നിന്റെ അടുത്ത് ആരും പണം ചോദിക്കില്ല, അതല്ലേ നിന്റെ ഭയം. ആരും പണം തരേണ്ട കാര്യമില്ല, എന്റെ പെൻഷൻ പണത്തില് ഞാൻ ലോൺ മേടിച്ചിട്ട് കെട്ടിക്കോളാം. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. അച്ഛാ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം, ഓൾറെഡി വീടിന്റെ മേലെ ലോൺ ഉണ്ട്, അതിനും അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ ചെറുതായിട്ട് പണം കൊടുക്കുന്നുണ്ട്. അച്ഛന് ആ കാശ് വരുന്നതല്ലേ ഒരു സംരക്ഷണം. ഒരിക്കലും അച്ഛൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥ വരരുത്. ഇല്ലടാ അതൊന്നുമില്ല, ആദ്യം റൂം കെട്ടാം. അച്ഛാ എനിക്കെന്തോ റൂമൊന്നും വേണ്ട എന്നാ തോന്നുന്നത്. ആദ്യം അച്ഛാ ഇവൻ തരാനുള്ള 50 ലക്ഷം ഉണ്ടല്ലോ അത് തരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സച്ചി പറയുന്നതിന് സപ്പോർട്ട് ചെയ്തിട്ട് രേവതിയും പറയുന്നുണ്ട്, അതെ അച്ഛാ, അച്ഛന് വരുന്നത് പെൻഷൻ പണം മാത്രമാണ്, ഇത്രയും വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് വരുന്ന പണമാണ്. ആ പണത്തില് അച്ഛനൊന്നും ചെയ്യണ്ട. രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ ചന്ദ്രമതി അടക്കം പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞിട്ടാണ് ഇവള് ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നത്. ചന്ദ്രമതി എന്തോ പറയുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അച്ഛമ്മ എന്താടി എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. ഒന്നുമില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചന്ദ്ര. രവി സച്ചി പറഞ്ഞ കാര്യം ശരി തന്നെയാണ്, അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് നിന്റെ മക്കള് നിന്നെ നന്നായിട്ട് നോക്കും, എങ്കിലും നമ്മുടെ കയ്യിലുള്ളതാണ് എന്നും നമുക്ക് നല്ലത്. കുറച്ചുനാൾ പോകട്ടെ, 3 പേരുടെയും സമ്പാദ്യത്തില് അവർ തന്നെ കെട്ടിക്കോട്ടെ, അതുവരെയും ഇവര് ഹാളിലും അതുപോലെ ടെറസിലും കിടക്കണോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അച്ഛമ്മ കുറച്ചു നേരം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിയെയും സുധിയെയും നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം അച്ഛമ്മ പറയുന്നുണ്ട്, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. രവിയും ചന്ദ്രയും ആ റൂമിലല്ലേ കിടക്കുന്നത്, ശരി, ഇനി 2 റൂമില്ലേ, അതില് 3 ജോഡിയും മാറി മാറി കിടക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ സുധിക്കും ശ്രുതിക്കും ഷോക്കായ മാറി അങ്ങോട്ടും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, റൊട്ടേഷൻ പോലെയാണോ അച്ഛമ്മ പറയുന്നത്? അതുപോലെ തന്നെയാടാ, ഒരാഴ്ച സച്ചിൻ രേവതിയും പുറത്ത് കിടന്നാൽ അടുത്ത ആഴ്ച സുധിയും ശ്രുതിയും, അതിന്റെ അടുത്ത ആഴ്ച ശ്രീകാന്തും വർഷയും, ഇങ്ങനെ മാറി മാറി അവര് ആഴ്ചയിൽ റൂം മാറ്റട്ടെ, അതാണ് ശരിയായിട്ടുള്ള കാര്യം. അപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവുന്നത് സുധിക്ക് ശ്രുതിക്കാണ് കേട്ടോ. സുധി പറയുന്നുണ്ട്, എന്തിനാ അച്ഛമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് സച്ചിയും അവന്റെ ഭാര്യയും പുറത്ത് കിടക്ക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, എന്നാ ഇനി അങ്ങനെ പറയില്ല എന്ന് സച്ചി. അപ്പോഴേക്കും രണ്ടുപേരും കൂടി കണ്ണും മിഴിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും അച്ഛമ്മയുടെ ബുദ്ധി ഞങ്ങൾക്ക് തോന്നാതെ പോയി, അച്ഛമ്മ സൂപ്പർ ഐഡിയ ആണ്. തുടർന്ന് ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ അതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, അത് മാത്രമാണോ? ശ്രുതിയും വർഷയും വലിയ വീട്ടിലെ പെൺകുട്ടികളാണ്, അത് എങ്ങനെ ആയിക്കോട്ടെ, ഈ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നല്ല മരുമക്കള്. രേവതി അങ്ങനെയാണുള്ളത്, മറ്റു 2 മരുമക്കളും അതുപോലെ തന്നെ ചെയ്യണം. ഇങ്ങനെ നിന്നാൽ മാത്രമേ കുടുംബവും നന്നാവുള്ളൂ, അതുപോലെ വംശവും നന്നാവൂ. ഒരാളെ മാത്രം മാറ്റി നിർത്തുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവിടെ എല്ലാവരും സമമാണ്. അച്ഛമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് ശരി തന്നെയായിരിക്കും. അച്ഛമ്മ കോർട്ടിൽ ജഡ്ജായിട്ട് ഇരിക്കേണ്ട ആളാണ്. തുടർന്ന് അച്ഛമ്മ പറയുന്നത് കേക്കടാ, ഇത്രയും നാള് സച്ചിയും രേവതിയും പുറത്തല്ലേ കിടന്നത്, ഇപ്പോ ഈ ആദ്യത്തെ ആഴ്ച സുധിയും ശ്രുതിയും അവരുടെ റൂം സച്ചിക്കും രേവതിക്കും കൊടുക്കണം. അത് കേട്ട് 2 പേരും ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ്. എന്താ അച്ഛമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെ തന്നെയാടാ. ശ്രീകാന്ത് നിനക്ക് ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വർഷയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓക്കെ ആണെന്നുള്ള കാര്യം പറയാണ്. പിന്നെന്താ പ്രശ്നം, ഇന്ന് മുതൽ ഒരാഴ്ച സച്ചിയും രേവതിയും ശ്രുതിയുടെയും സുധിയുടെയും റൂമിൽ കിടക്കട്ടെ. അച്ഛമ്മ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ വേറെ ആർക്കും ഒന്നും തിരിച്ച് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ശ്രുതിയുടെയും സുധിയുടെയും മുഖം ഒന്ന് കാണേണ്ടതാണ് കേട്ടോ.